ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് KFC ഒക്കെ പോലെ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് കസൂരി മേത്തി, 1 കപ്പ് പാല്, ഒരു മുട്ട, പിന്നെ 3-4 സ്പൂൺ തൈര്, പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് വിസ്കോ കയ്യോ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ മാഗി ക്യൂബ് ഇടുന്നത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ടാവും. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. എത്ര നേരം ഫ്രിഡ്ജിൽ വെക്കുന്നോ അത്രയും ചിക്കൻ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടും. പിന്നെ ഫ്രൈ ചെയ്ത സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു പൗഡർ തയ്യാറാക്കണം. അതിലേക്ക് ആവശ്യമായിട്ട് 2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, പിന്നെ 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ആ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കളയരുത്, അതെടുത്ത് വെക്കണം. അതിൽ വേണം നമ്മൾ ഒരു കോട്ട് ഈ പൗഡറിൽ ചിക്കൻ മുക്കിയിട്ട് പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു മിക്സ് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ പൗഡറിൽ നന്നായിട്ട് ചിക്കൻ കോട്ട് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ കൈയും കൊണ്ട് തന്നെ നല്ലതുപോലെ കോട്ട് ചെയ്യണം. അപ്പോഴാണ് നല്ല ക്രസ്റ്റ് വരുള്ളൂ കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട്. നല്ല അമർത്തി നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ശരിയാവും. ടോങ്ങും കൊണ്ട് ചെയ്ത് അത്ര അങ്ങോട്ട് ശരിയാവില്ല. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബാച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതാണ് എണ്ണയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ നമ്മൾ എണ്ണ അധികം ചൂട് പാടില്ല, ഒരു മീഡിയം തീയിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. തീരെ കുറഞ്ഞു പോയ ചിക്കൻ കഷ്ണങ്ങൾ എണ്ണ കുടിക്കും, തീ കൂടിപ്പോയ ഔട്ടർ ലെയർ കരിയുകയും ചെയ്യും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ, സാധാ ഒരു KFCയുടെ ടേസ്റ്റൊന്നുമല്ല, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കനാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു മയണൈസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ വേറൊന്നും വേണ്ട ഇതിൻ്റെ ഒപ്പം. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ വെറൈറ്റി ഡിഷസുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, ബൈ.